ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ RRB SSC പോലത്തെ മത്സര പരീക്ഷകൾക്ക് പ്രധാനമായും ചോദിക്കുന്ന ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 250 ചോദ്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ 50 ചോദ്യങ്ങൾ എന്നുള്ള നിലയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതുപോലെ ഓൾറെഡി കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരൊറ്റ ക്ലാസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൂ. ആ ക്ലാസ്സിൽ നമ്മൾ 50 ചോദ്യങ്ങളും 50 വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒപ്പം തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി വീണ്ടും എന്ത് ചെയ്യും, 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഓരോ ക്ലാസ്സിൽ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും വെച്ച് 5 ക്ലാസ്സുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 250 ചോദ്യങ്ങൾ എന്ന് പറയുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 50 എണ്ണം പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 51ാമത്തെ ചോദ്യം, നെയിം ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ സൺ. ഒരുപാട് തവണ സംസാരിച്ചതാണ്. സൂര്യനിൽ ഊർജോൽപാദനത്തിനായി നടക്കുന്ന അവിടുത്തെ പ്രോസസ്, പ്രക്രിയ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സൂര്യനിൽ നടക്കുന്ന എന്താണ്, ഫ്യൂഷനാണ്. എന്ത് ഫ്യൂഷനാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, സൂര്യനിൽ നടക്കുന്നത്. എനർജിയുടെ ഉൽപ്പാദനത്തിനായി സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. 52ാമത്തെ ചോദ്യം, അതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചതാണ്. സോളാർ എനർജി ഈസ് ഡ്യൂ ടു. സൗരോർജ്ജത്തിൻ്റെ സ്രോതസ്. എങ്ങനെയാണ് സൗരോർജ്ജം വരുന്നത്? സണ്ണാണെന്ന് പറയരുത്, സണ്ണിൽ നിന്നാണ് വരുന്നത്. ഒബ്വിയസ്ലി അതും ഒരു ശരി ഉത്തരമാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമായിരുന്നു. സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നമ്മൾ പറഞ്ഞാണ്. ഫിഷൻ ആണെങ്കിൽ എന്താ, സ്പ്ലിറ്റ് ആവുന്നു. ഫ്യൂഷൻ ആണെങ്കിൽ എന്താണ്, രണ്ടെണ്ണം കൂടി ചേരുന്നു എന്നുള്ള കഥയെല്ലാം നമ്മൾ സംസാരിച്ചതുമാണ്. 53ാമത്തെ ചോദ്യം, ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സ് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കിരിക്കട്ടെ ഒരു പണി, പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നമ്മളത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ. ശക്തി കൂടിയ ഫോഴ്സ് പറയുമ്പോൾ ഒപ്പം തന്നെ ഞാൻ ശക്തി കുറഞ്ഞതും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ ഫോഴ്സിൻ്റെ പേരിൽ ഞാൻ എഴുതാൻ പോയിരുന്നു പറയുന്നത്. ആ ഫോഴ്സിൻ്റെ പേരിൽ ഒരു എൻ്റയർ ചാപ്റ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് പറഞ്ഞിട്ട്. 54ാമത്തെ ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആർ ബേസ്ഡ് ഓൺ. ന്യൂക്ലിയർ റിയാക്ടറുകളല്ലേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ന്യൂക്ലിയർ ഫിഷനാണ്. ഫിഷനെ പറ്റിയും ഫ്യൂഷനെ പറ്റിയുമെല്ലാം അറ്റോമിക് ഫിസിക്സിലും ന്യൂക്ലിയർ ഫിസിക്സിലുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ന്യൂക്ലിയർ റിയാക്ടറുകൾ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷനിലൂടെയാണ്. 55ാമത്തെ ചോദ്യം, ക്യൂറി ഈസ് ദ യൂണിറ്റ് ഓഫ്. ക്യൂറി എന്ന് പറയുന്ന എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇത് തിരിച്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആ ഒരു സംഭവം തന്നിട്ട് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഉത്തരം തന്നുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഒഫീഷ്യൽ SI യൂണിറ്റ് എന്ന് പറയുന്ന ബെക്വറൽ ആണെങ്കിൽ കൂടി മേരി ക്യൂറിയോടുള്ള ബഹുമാനാർത്ഥം ക്യൂറി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പൊതുവേ ചോദിക്കാറുള്ളത് ബെക്വറലാണ് ഉണ്ടാവാറുള്ളത് ഓപ്ഷനിൽ. പക്ഷേ എങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ 5 ചോദ്യങ്ങൾ പഠിച്ചേ. നെയിം ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ സൺ. സൂര്യനിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്. സോളാർ എനർജിയുടെ കാരണം എന്ത് തന്നെയാണ്, അതേ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂക്ലിയർ ഫിഷനിലൂടെയാണ്. ക്യൂറി എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സെറ്റല്ലേ? അടുത്തയിലോട്ട് പോവാലോ. 56ാമത്തെ ചോദ്യം, ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ദർ ഈസ് കൺവേർഷൻ ഓഫ്. പേരിൽ തന്നെ ഉണ്ടല്ലേ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി സ്റ്റോർ ചെയ്യാൻ. തിരിച്ചെടുക്കരുത്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി സ്റ്റോർ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ നടക്കുന്നത്. 57ാമത്തെ ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. ഭൗതികശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം ആരും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഫിസിക്സിൽ ആദ്യമായും അവസാനമായും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എനിക്കൊരു സംശയം പോകുന്നു. അപ്പോൾ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആദ്യത്തെ ആൾ എന്തായാലും ഇങ്ങനെ തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇഫക്റ്റും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? രാമൻ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത, രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന CV രാമൻ തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നോബൽ സമ്മാനം ഫിസിക്സിൽ ഭൗതികശാസ്ത്രത്തിൽ കരസ്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു പണി തരട്ടെ. ഈ
ആദ്യമായി നോബൽ സമ്മാനം നേടുന്ന ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളത്, അതായത് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നോബൽ സമ്മാനം നേടുന്ന ഇന്ത്യക്കാരൻ ആരാണ്, സാഹിത്യത്തിനാണ് നമുക്ക് ലഭിക്കുന്നത്, അത് ആരാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. 58ാമത്തെ ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? ആസ്ട്രോണമി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും ഫിസിക്സിൽ ആസ്ട്രോണമി ക്ലാസ്സുകളൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ആരാണ്? മാർസ് ആണ്, ചൊവ്വയാണ് എന്തെന്നറിയപ്പെടുന്നത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. 59ാമത്തെ ചോദ്യം, the distance of stars from earth is generally expressed in terms of, ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം സാധാരണ എന്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം സാധാരണ നമ്മൾ എന്തിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ലൈറ്റ് ഇയർ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയും ചോദിക്കാറുണ്ട്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, പ്രകാശവർഷം എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നും ചോദിക്കാറുണ്ട്. പ്രകാശവർഷം ഇയർ കാണും, പക്ഷെ നമ്മളതിൽ വീഴൂല. കുറേ തവണ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ടൈമിൻ്റെ അല്ല, എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഒരു ടേബിൾ തന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, സ്റ്റാറിൽ നിന്നും സ്റ്റാറിലേക്ക്, ഗാലക്സീസിൽ നിന്നും ഗാലക്സീസിലേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുടെ പരസ്പരമുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ലൈറ്റ് ഇയർ തന്നെയാണ്. 60ാമത്തെ ചോദ്യം, അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, ഇങ്ങനെയാണ് ചോദിച്ചത്. പക്ഷേ അത് ആക്ച്വലി നമ്മൾ ഡെഫിനിഷനായിട്ട് തന്നെ പറയണം, എങ്കിലേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. അതായത് ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഒബ്സർവർ ഉണ്ട് അല്ലേ, ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരാളുണ്ട്, ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്താൽ, അല്ലെങ്കിൽ രണ്ടാളും ഒരുമിച്ച് മൂവ് ചെയ്താൽ, ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ സോഴ്സ് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവർ മൂവ് ചെയ്യാം. ഇവയിൽ ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാൾ മൂവ് ചെയ്താൽ, ഈ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ഒരു 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. ഈ 50 ഹെർട്സ് ആയിരിക്കില്ല ആര് കേൾക്കുക? ഒബ്സർവർ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ടിൽ സോഴ്സിൻ്റെയോ ഒബ്സർവറിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ മൂവ്മെൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ രണ്ട് പേരുടെയും മൂവ്മെൻറ്റ് കൊണ്ടോ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിലല്ലാതെ ഒബ്സർവർ കേൾക്കുന്ന അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ശരിക്കുള്ളല്ല, അപ്പാരന്റ് ചേഞ്ച് ആണ്. ഇയാൾ കേൾക്കുമ്പോൾ ഒരു 60 ഹെർട്സോ അല്ലെങ്കിൽ ഒരു 40 ഹെർട്സോ ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഫിനോമിനൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മൾ ആ കണ്ടുപിടിച്ച ആളെ അടക്കം പഠിച്ചതാണ് അല്ലേ. എന്താണ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്? ഡോപ്ലർ ഇഫക്റ്റ് എന്നാണ് എന്ത് ചെയ്തത്, ആ പേരിന് പിടിച്ചത്. ആ ഒരു ഇഫക്റ്റിൻ്റെ പേര്, ആ ഒരു ഫിനോമിനൻ്റെ പേര് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഡോപ്ലർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ CE, കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഭൗതിക ശാസ്ത്രത്തിലെ ആദ്യത്തെ നോബൽ സമ്മാനം CV രാമൻ. ചുവന്ന ഗ്രഹം മാർസ് ആണ്. ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഇയർ ആണ്. ഫ്രീക്വൻസിയിലുള്ള അപ്പാരന്റ് ചേഞ്ചിനെ നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നു. മൂവ്മെൻറ്റും കാര്യങ്ങളും കൂടി പറയണം, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വ്യക്തമല്ല. എങ്കിൽ കൂടി നമ്മളത് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ അതുകൂടി നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതുകൂടി പഠിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡോപ്ലർ ഇഫക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 61ാമത്തെ ചോദ്യം, എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം ഈസ് കാൾഡ്. എക്സാക്ട്ലി ദ ഡെഫിനിഷൻ ഓഫ് ആ ഒരു ഫോഴ്സ് എന്താണ്? വളരെ കുറഞ്ഞ സമയത്തേക്ക് ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? ആണി ചുമരിലടിക്കുമ്പോൾ, ചുറ്റിക കൊണ്ട് നമ്മൾ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ ഒരു ചെറിയ സമയത്തേക്കാണ് ആ ആണിയിൽ ഫോഴ്സ് വരുന്നത്, പക്ഷെ എന്താ വലിയൊരു ഫോഴ്സാണ് അതിന് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഫോഴ്സുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നു അല്ലേ. ഒരു ക്രിക്കറ്റിൽ ഫീൽഡ് ചെയ്യുന്ന ആൾ ക്യാച്ച് എടുക്കുമ്പോൾ കൈ വലിക്കുന്നത്, ഷോക്ക് അബ്സർബറുകളുടെ വർക്കിംഗ് എന്ന് പറയുന്നത് എല്ലാം എന്ത് തന്നെയാണ്? ഈ ഇമ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കാനായിട്ടാണ്, ടൈം കൂട്ടാനായിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പാക്റ്റ് കുറയും എന്നുള്ളതൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞതാണ്. 62ാമത്തെ ചോദ്യം, ദ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഈസ് ഫൗണ്ട് ഓൺ ദ, ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നതെന്നും ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? ഒബ്വിയസ്ലി സ്ട്രാറ്റോസ്ഫിയറിലാണ്. 63ാമത്തെ ചോദ്യം, വേൾഡ്സ് ഫസ്റ്റ് ടോക്കിംഗ് റോബോട്ട് കിറോബോ വാസ് ഡെവലപ്ഡ് ബൈ. ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ടായിട്ടുള്ള കിറോബോ. ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ട്, RRB NTPC കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ്. കിറോബോ എന്ന് പറയുന്ന ഈ റോബോട്ട് ഡെവലപ്പ് ചെയ്ത ആരാണ്? ആ പേര് കേൾക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആരാണ്? ജപ്പാനാണ്. ജാപ്പനീസ് ടെക്നോളജിയിലാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ടിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 64ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഏഷ്യൻ വുമൺ ടു ഗോ ഇൻ ടു സ്പേസ്. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഏഷ്യൻ വനിത. ഏഷ്യൻ വനിത എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇന്ത്യൻ വനിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയും. ഏഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇന്ത്യൻ വനിതയായാലും ഏഷ്യൻ വനിതയായാലും അത് ഒരൊറ്റ ആളാണെന്ന് അറിഞ്ഞിരിക്കുക. അത് ആരാണ്? അത് നമ്മുടെ സ്വന്തം കൽപ്പന ചൗളയാണ്. അപ്പോൾ ഒരു പണി മണക്കുന്നുണ്ടല്ലോ അല്ലേ. എന്താണ് പണി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നിന്നും ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വനിത ആരാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അവരൊരു കോസ്മോനോട്ട് ആയിരുന്നു, ഒരു റഷ്യക്കാരിയായിരുന്നു. അവരുടെ പേരെന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഘോഷയാത്ര തരുന്നത് നിങ്ങൾ പലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളിൽ വളരെ അപൂർവ ആളുകൾ ഇത് കമൻറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ
കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, ആ ചോദ്യം ചിലപ്പോൾ കമൻറ്റ് ചെയ്തെങ്കിൽ കൂടി അതിൻ്റെ ആൻസർ ഒന്ന് ആലോചിക്കും, അതൊന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പറഞ്ഞു പോകുന്നതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 65ാമത്തെ ചോദ്യം, ബാരോമീറ്റർ വാസ് ഇൻവെൻറ്റഡ് ബൈ. അറ്റ്മോസ്ഫെറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബാരോമീറ്റർ കണ്ടുപിടിച്ചതാരാണ്? ടോറിസെല്ലയാണ്. ആ കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങളിൽ ഒന്ന് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നായിരുന്നു. അവിടെ ഞാൻ ആൻസർ ആയിട്ട് പറഞ്ഞത് മാനോമീറ്റർ ആയിരുന്നു. അപ്പോൾ കുറേ പേര് താഴെ കമൻറ്റ് ഇട്ടിരുന്നത് കണ്ടു, ബാരോമീറ്റർ അല്ലേ എന്നുള്ളത്. അത് ഓപ്ഷൻ അനുസരിച്ച് ഞാൻ പിക്ക് ചെയ്താണ്. ഓപ്ഷനിൽ ബാരോമീറ്റർ ഉണ്ടായിരുന്നില്ല. മാനോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ്സിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, മാനോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ബാരോമീറ്റർ വെറും പ്രഷറല്ല, അറ്റ്മോസ്ഫെറിക് പ്രഷർ മെഷർ ചെയ്യാൻ, അന്തരീക്ഷ മർദ്ദം മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കി പിക്ക് ചെയ്യുക. അവിടെ പ്രഷർ മെഷർ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നില്ല, ബാരോമീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ് ഉണ്ടായിരുന്നത്? അവിടെ മാനോമീറ്റർ ആണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് വന്നൊരു കൺഫ്യൂഷനാണ്. സോ അത് ഓർത്തിരിക്കുക. അറ്റ്മോസ്ഫെറിക് പ്രഷറാണ് ടു ബി സ്പെസിഫിക് ബാരോമീറ്റർ മെഷർ ചെയ്യുന്നത്. ലിക്വിഡ്സിൻ്റെ പ്രഷർ, ദ്രാവകങ്ങളുടെ പ്രഷറാണ് ഇത് മെഷർ ചെയ്യുന്നത്, മാനോമീറ്റർ മെഷർ ചെയ്യുന്നത്. ഇതിൽ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ടോറിസെല്ലിയാണ്. അപ്പോൾ പഠിച്ചില്ലേ, 5 പഠിച്ചില്ലേ? ഒന്നുകൂടി പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാലോ. ഒരു ചെറിയ സമയത്തേക്ക് ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ടായ കിറോബോ ഡെവലപ്പ് ചെയ്ത ജപ്പാൻകാരാണ്. ഏഷ്യയിലോട്ട് പോയല്ല, ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഏഷ്യൻ വനിത കൽപ്പന ചൗളയാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ് എന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 15 ചോദ്യങ്ങൾ കഴിഞ്ഞു. 16ാമത്തെ ചോദ്യം, 66ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ഇൻവെന്റഡ് ബൈ. എല്ലാവർക്കും അറിയണമെന്നില്ല, കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1-2 തവണ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. മാക്സ് നോൾ ആൻഡ് ഏൺസ്റ്റ് റസ്ക. നമുക്കറിയാം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിൻ്റെ കൂടിയ വേർഷനാണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. വളരെ 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 ഹൈ എൻഡിൽ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതും പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സാധാരണ മൈക്രോസ്കോപ്പിനെക്കാളും ഭയങ്കര സ്കെയിൽ, അതിൻ്റെ സ്കെയിൽ എനിക്ക് കറക്റ്റ് ഇപ്പോൾ നമ്പർ എനിക്കറിയില്ല, പക്ഷേ വലിയ സ്കെയിലിൽ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. അതായത് പ്രോട്ടോണും ഇലക്ട്രോണും ആറ്റം ഒക്കെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അത്രയും വലുതായിട്ട് ചെയ്യാൻ പറ്റുന്ന മൈക്രോസ്കോപ്പാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആ പേര് തന്നെ കണ്ടോ, ഇലക്ട്രോണിന് വരെ കാണാൻ പറ്റുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. കണ്ടുപിടിച്ചത് മാക്സ് നോൾ ആൻഡ് ഏൺസ്റ്റ് റസ്ക. 67, ഇങ്ങനെയൊക്കെ തന്നെയാണത് വായിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ വായനയാണ്, സ്പെല്ലിംഗ് നിങ്ങൾ ഓർത്തിരിക്കുക. 67, ഇൻ വിച്ച് സ്റ്റേറ്റ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റഡ്. ആസ് എ സൗത്ത് ഇന്ത്യൻ നമുക്കിത് വളരെ പീസ് ഓഫ് കേക്ക് ആണ്. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 68, റിമോട്ട് സെൻസിങ് ഡിവൈസസ് ഹാസ് ആൻ ഇൻബിൽറ്റ് സോഴ്സ് ഓഫ്. റിമോട്ടിൽ ഉപയോഗിക്കുന്ന റേസ് ഏതാണ് എന്ന് ചോദിക്കുന്നതിന് വരെ മാറ്റി പിടിച്ചതാണ്. ഏതാണ്? ഇൻഫ്രാറെഡ് റേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണല്ലേ, ഗാമയും എക്സ്റേയും കൂടി യുവിയും കൂടി എക്സ്റേ എടുക്കാൻ പോയതും അപ്പോൾ കണ്ടത് കട്ടച്ചോരയാണെന്നും അങ്ങനെ ഉടനെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയെന്നും എന്നിട്ട് എന്ത് ചെയ്തു, റേഡിയോയിലൂടെ ഇത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ള കഥയൊക്കെ പറഞ്ഞാണ്, ക്ലാസ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും 69ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കാൻ ആഗോളതലത്തിൽ നടന്നൊരു പ്രോട്ടോകോൾ ആയിരുന്നു, ഒരു മീറ്റിംഗിന്റെ ഭാഗമായി നടന്നൊരു പ്രോട്ടോകോൾ ആയിരുന്നു എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസുമായി റിലേറ്റഡ് ആയിട്ട് നടന്നൊരു പ്രോട്ടോകോൾ ആയിരുന്നു എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. 70ാമത്തെ ചോദ്യം, ദ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. 4th അല്ല ചോദിച്ചിരിക്കുന്നത്, 5th ആണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് ലിക്വിഡ് ഗ്യാസ് നമുക്കറിയാം അല്ലേ, 4th പ്ലാസ്മയാണെന്ന് പറയാം. 5th ആരാണ്? ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എൻ്റയർ ഫിസിക്സ് സിലബസ് കവർ ചെയ്യുന്ന നമുക്കൊരു ക്രാഷ് കോഴ്സ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. academies.online.com എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. സോ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് കയറി നോക്കാം. ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഫിസിക്സ് കോഴ്സിലേക്ക് RRB SSC പോലുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്രദമാവുന്ന ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. കേരള PSC ഒബ്വിയസ്ലി യൂസ്ഫുൾ ആയിരിക്കും, പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നു RRB SSC പരീക്ഷകൾക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ RRB SSC നിങ്ങൾ പഠിക്കണമെങ്കിൽ ഏറെക്കുറെ കേരള PSC എന്ത് ചെയ്യും, അതിനകത്തൂടെ കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ തിരിച്ചൊരിക്കലും എന്തല്ല പോസിബിൾ അല്ല. കേരള PSCക്ക് പഠിച്ചുകൊണ്ട് RRB SSC നമുക്ക് ഏറെക്കുറെ കവർ ചെയ്യാൻ പറ്റില്ല. രണ്ടിൻ്റെയും വേ ഓഫ് ആസ്കിംഗ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ കൂടി ഞാൻ ഈ RRB SSC ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും കേരള PSCയുടെ മാക്സിമം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വിട്ട് കളയുന്നൊന്നുമില്ല. എങ്കിലും ഞാൻ സത്യസന്ധമായി പറയുകയാണ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ് RRB SSC പരീക്ഷകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
8891489498 എന്ന് പറയുന്ന അക്കാഡമീസിൻ്റെ നമ്പറിലോട്ട് ഫിസിക്സ് എന്ന് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. സയൻസിൽ തന്നെ കെമിസ്ട്രിയും ബയോളജിയും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കെമിസ്ട്രി എന്നോ ബയോളജി എന്നോ അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് അത് എന്ത് ചെയ്യുക, ആ ഒരു നമ്പറിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചല്ലോ. 20 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇത് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് മാക്സ് നോൾ ആൻഡ് ഏൺസ്റ്റ് റസ്ക. കൂടൻകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തമിഴ്നാട്ടിലാണ്. റിമോട്ട് സെൻസിംഗ് ഡിവൈസുകളിൽ ഇൻഫ്രാറെഡ് റേ ഉണ്ട്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 20 ചോദ്യം പഠിച്ച് അടുത്ത സെറ്റിലോട്ട് പോവുകയാണ്. 71ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഹൗസ് ഹോൾഡ് AC എക്യുപ്മെൻറ്റ് വർക്ക്? ഹൗസ് ഹോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. നമ്മുടെ വീട്ടിലോട്ട് വരുന്ന AC ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അത് വർക്ക് ചെയ്യുന്ന അത് വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 230 വോൾട്ടാണ് എവിടെ വരുന്നത്, നമുക്ക് ഇന്ത്യയിൽ വരുന്നത്. 72ാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി? പറഞ്ഞ് എനിക്ക് മടുത്തു. റിലേറ്റീവ് ഡെൻസിറ്റിക്കും അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ് എന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 73ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. റേഡിയോ ട്രാൻസ്മിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പ്രശസ്തനായ ഇന്ത്യക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് JC ബോസ് എന്ന ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് ഓർത്തിരിക്കുക. 74ാമത്തെ ചോദ്യം, ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് ഫോംഡ് ഇൻ ദ റെറ്റിന ഓഫ് ഹ്യൂമൻ ഹൈ. നഗ്നനേത്രങ്ങളിൽ, മനുഷ്യൻ്റെ നേത്രങ്ങളിലെ റെറ്റിനയിലാണ് എന്ത് ചെയ്യുന്ന ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ നേച്ചർ എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ബയോളജിയിൽ നമ്മൾ പറഞ്ഞു, ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. 75ാമത്തെ ചോദ്യം, ദ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഹീലിയോസെൻട്രിക് തിയറി. സൂര്യനാണ് നടുവിൽ നിൽക്കുന്നത് അല്ലേ. ഹൂ പ്രപ്പോസ്ഡ് ഹീലിയോസെൻട്രിക് തിയറി എന്നും ചോദിക്കാറുണ്ട്. ഹീലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സണ്ണാണ്. സൂര്യനാൽ നാമകരണം ചെയ്യപ്പെട്ട എലമെന്റ് ആണ് ഹീലിയോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹീലിയോ സണ്ണാണ് സെൻറ്ററിൽ എർത്ത് റിവോൾവ് ചെയ്യുകയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കൊപ്പർനിക്കസ് ആണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 76ാമത്തെ ചോദ്യം, ദ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ ഈസ് നോൺ ആസ്. ഇത് നമ്മൾ റിവൈസ് ചെയ്തില്ല. റിവൈസ് ചെയ്തില്ല. ഹൗസ് ഹോൾഡ് AC എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഹൈഗ്രോമീറ്റർ ആണ്. റേഡിയോ ട്രാൻസ്മിഷൻ ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. മനുഷ്യൻ്റെ നേതൃത്വത്തിൽ വരുന്ന ആ ഒരു ഇമേജിൻ്റെ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ, ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് ഫോംഡ് ഇൻ ദ റെറ്റിന ഓഫ് ഹ്യൂമൻ ഐസ്, അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോപ്പർനിക്കസ് ആണ് എന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 75 ചോദ്യങ്ങൾ പഠിച്ചു. 76ാമത്തെ ചോദ്യം, ദ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ ഈസ് നോൺ ആസ്. ഏറ്റവും മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണ്? അയണോസ്ഫിയർ ആണ് അല്ലേ. റേഡിയോ വേവ്സ് ഒക്കെ വെച്ച് നമുക്ക് ട്രാൻസ്മിഷനൊക്കെ പോസിബിൾ ആവാനായിട്ട് ലോങ് റേഞ്ചിലുള്ള റേഡിയോ വേവ്സ് ഒക്കെ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരികയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണ്? അയണോസ്ഫിയർ ആണ്. 77ാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ്സ് റെഗുലേറ്റ് ദ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് റെഗുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വലിയ ലിസ്റ്റ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചു. ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആക്കാനും ആ ഷണ്ടിന് കാര്യം അതുപോലെ എല്ലാം നമ്മളവിടെ സംസാരിച്ചാണ്. അതിൽ റെസിസ്റ്റൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? റിയോസ്റ്റാറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് അല്ലേ. ഫിഗറൊക്കെ വെച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. 78ാമത്തെ ചോദ്യം, ഹൂ ഇൻവെന്റഡ് ലൈറ്റ്നിങ് കണ്ടക്ടർ. ലൈറ്റ്നിങ് കണ്ടക്ടർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ് കണ്ടുപിടിച്ചത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ലൈറ്റ്നിങ് കണ്ടക്ടർ കണ്ടുപിടിച്ചത്. 79ാമത്തെ ചോദ്യം, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് മെയ്ഡ് യൂസ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് ആൻ ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ വർക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഏത് തന്നെയാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആറ്റം ബോംബിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. 80ാമത്തെ ചോദ്യം, ഡൈൻ ഈസ് ദ യൂണിറ്റ് ഓഫ്. ഡൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. അതും ചോദിക്കാറുണ്ട്. ന്യൂട്ടൺ എന്തിൻ്റെയാണ്? ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ ഡൈനും എന്തിൻ്റെ തന്നെയാണ്? ഫോഴ്സിൻ്റെ തന്നെയാണ് അല്ലേ. ഇങ്ങനെ കൺവേർഷൻ അടക്കം നമ്മൾ പഠിച്ചാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്തൂടെ. ഏറ്റവും മുകളിൽ അറ്റ്മോസ്ഫിയറിക് ലെയർ അയണോസ്ഫിയർ ആണ്. റെസിസ്റ്റൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് റിയോസ്റ്റാറ്റ് ആണ്. ലൈറ്റ്നിങ് കണ്ടക്ടർ
റിഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണെന്നും ഓർത്തിരിക്കുക. 80 ചോദ്യം പഠിച്ചേ. ഇനി 20 ബാക്കിയുണ്ട്. 81ാമത്തെ ചോദ്യം, വിച്ച് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് സീറോ? ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, അത്രയും താഴത്തെ ടെമ്പറേച്ചർ എത്തുമ്പോൾ മോളിക്യൂൾസും ആറ്റംസും എല്ലാം എന്താവും? സ്റ്റേഷനറി ആവും. അവയ്ക്ക് അനങ്ങാൻ പറ്റാത്തവരെ നമ്മൾ തണുപ്പിച്ച് മരവിപ്പിച്ച് അങ്ങിരുത്തും അല്ലേ? ആ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? -273.15 ആണ് ഇതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. 82ാമത്തെ ചോദ്യം, തിയറി ഓഫ് റിലേറ്റിവിറ്റി വാസ് പ്രപ്പോസ്ഡ് ബൈ. ഒബ്വിയസ്ലി നമുക്കറിയാം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതായാലും തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്താലും രണ്ടിനും ഒരൊറ്റ ഉത്തരം ആരാണ്? നമ്മുടെ സ്വന്തം ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് അത് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ സമ്മാനം കിട്ടുന്നത് എന്തിനല്ല? തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കല്ല. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ സമ്മാനം കിട്ടുന്നത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെയാണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ സമ്മാനം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. 83ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഇൻ ദ ഫ്രിഞ്ച് പാറ്റേൺ ഓഫ് സി ഡി ഈസ്. സി ഡിയുടെ ഫ്രിഞ്ച് പാറ്റേണിൽ കാണപ്പെടുന്ന ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഡിഫ്രാക്ഷൻ ആണ്. സി ഡിയുടെ ഫ്രിഞ്ച് പാറ്റേണിൽ കാണപ്പെടുന്ന ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. അതിന് കാരണമാവുന്നത് ഫിനോമിനൻ ഡിഫ്രാക്ഷൻ ആണ്. 84ാമത്തെ ചോദ്യം, വെൻ എ ബോഡി ഹാവിംഗ് മാസ് m is placed at the center of the earth, its weight will be. നമ്മൾ പറഞ്ഞാൽ അല്ലേ, നടുവ് പോയി കഴിഞ്ഞാൽ മാസ് ഉണ്ടാവും, പക്ഷേ വെയിറ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 85ാമത്തെ ചോദ്യം, വിച്ച് മെറ്റൽ ഈസ് യൂസ് ടു മേക്ക് ഇലക്ട്രോ മാഗ്നറ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ളത് പഠിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? അത് ഏതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സോഫ്റ്റ് അയൺ ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തൂടെ? ആബ്സല്യൂട്ട് സീറോ -273.15. തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്ത് ആൽബർട്ട് ഐൻസ്റ്റൈൻ. സി ഡിയിലെ ഫ്രിഞ്ച് പാറ്റേൺ, ആ ഒരു മഴവില്ല് പോലെ വരില്ലേ, അതിനെയാണ് ഫ്രിഞ്ച് പാറ്റേൺ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ. എം മാസുള്ള ഒരു വസ്തു ഭൂമിയുടെ നടുക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 0 ആയിട്ട് മാറും. ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് എന്തുണ്ടാക്കാനാണ്? ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സോഫ്റ്റ് അയൺ ആണ്, പച്ചിരുമ്പാണ്. 86ാമത്തെ ചോദ്യം, റെഫ്രിജറേറ്റർ ഈസ് ഇൻവെന്റഡ് ബൈ. റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം കുള്ളൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത്. രസകരമായിട്ട് നമുക്ക് ഓർത്തിരിക്കാം, കുള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഹൈറ്റ് കുറഞ്ഞവരെ പറയാം അല്ലേ? ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് വലിയ വലിയ കാശുകാരുടെ വീട്ടിലൊക്കെ വലിയ ഫ്രിഡ്ജാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് എന്താണ്? കുള്ളനായിട്ടുള്ള ഫ്രിഡ്ജാണ് അല്ലേ? നമ്മുടെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ഫ്രിഡ്ജാണ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് എന്ന് പറയരുതെന്ന് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പോട്ടെ, അതേ വായിൽ വരുള്ളൂ അല്ലേ? ശീലിച്ചതാണല്ലോ. അപ്പോൾ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് വില്യം. കുള്ളൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും കുറവാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഓർത്തിരിക്കാൻ ഒരു തക്കിട തെരകിട വിദ്യ എന്ന് മാത്രം. അപ്പോൾ കുള്ളനാണ് ഫ്രിഡ്ജ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. 87, ദ ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ റിസീവർ ഐദർ ബിക്കോസ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ഓർ റിസീവർ ബോത്ത്. ഞാൻ പറയില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 88, ദ പ്ലാനറ്റ് വിച്ച് ഗീവ്സ് ഹയസ്റ്റ് വെയിറ്റ് ഫോർ സബ്സ്റ്റൻസ്. ഏറ്റവും കൂടുതൽ ഭാരം തോന്നിപ്പിക്കുന്ന പ്ലാനറ്റ്, ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുള്ളുള്ള പ്ലാനറ്റ്, ഏറ്റവും കൂടുതൽ എസ്കേപ്പ് സ്പീഡ് വേണ്ടുന്ന പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചു. ഏതാണ്? ജൂപ്പിറ്റർ ആണ്. നമ്മൾ സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ പോകുന്നില്ല. സ്ലൈഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ബാക്കി സെറ്റാക്കാം. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്ന സബ്സ്റ്റൻസ് ജൂപ്പിറ്റർ ആണ്. 89, വിച്ച് പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം ഹാസ് നോ സാറ്റലൈറ്റ്. സാറ്റലൈറ്റുകൾ ഇല്ലാത്ത പ്ലാനറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? മെർക്കുറിയും വീനസും ആണ് നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ എന്തെന്ന് പറയുന്നത് സാറ്റലൈറ്റുകൾ ഇല്ലാത്തത്. വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സൺ എന്ന് പറയുന്നതിന് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത്, മെർക്കുറി വീനസ് അല്ല? മെർക്കുറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ ഇല്ല, നെപ്റ്റ്യൂൺ വരെ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സണ്ണിന് അത്രയും പുള്ളുള്ളതുകൊണ്ട് മെർക്കുറിക്കും വീനസിനും സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സൺ അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് എന്തുള്ളത്? അതിന് സാറ്റലൈറ്റ് ഇല്ലാത്തത്. 90ാമത്തെ ചോദ്യം, ഹൂ ഇൻവെന്റഡ് ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുകയും അതിൽ മനം നൊന്ത് നോബൽ സമ്മാനം ഏർപ്പെടുത്തുകയും ചെയ്ത ആൽഫ്രഡ് നോബലാണ് എന്ത് ചെയ്തത്? ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് വില്യം കുള്ളൻ ആണ്. ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓൾറെഡി പറഞ്ഞു, ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഹയസ്റ്റ് വെയിറ്റ് ഫോർ സബ്സ്റ്റൻസ് കൊടുക്കുന്നത്, ഗ്രാവിറ്റേഷൻ പുള്ള് കൂടിയത്, എസ്കേപ്പ് സ്പീഡ് കൂടിയത്, ഏറ്റവും വലിയ പ്ലാനറ്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. റെഡ് സ്പോട്ട്, ജയന്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന എല്ലാം ഏതിലാണ്? ജൂപ്പിറ്ററിലാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത പ്ലാനറ്റുകൾ മെർക്കുറിയും വീനസും ആണ്. ഓർക്കാൻ ഞാൻ പറഞ്ഞു, സൂര്യൻ അടുത്തായതുകൊണ്ട് വലിച്ചു പിടിച്ചിട്ടിരിക്കും. അത് ഓർക്കാൻ പറഞ്ഞല്ല, സത്യത്തിൽ അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബലാണ്. അടുത്ത സെറ്റിലോട്ട് പോവാലോ. 91ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് സ്പേസ്
വെഹിക്കിൾ ലോഞ്ച് ബൈ USSR വാസ് USSR ലോഞ്ച് ചെയ്ത ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതായിരുന്നു? സ്പുട്നിക് സീരീസിലുള്ളതായിരുന്നു, സ്പുട്നിക് ആയിരുന്നു USSR. എന്തുകൊണ്ടാണ് USSR എന്ന് പറയുന്നത്? അന്ന് USSR സഖ്യം തകർന്നിട്ടില്ലല്ലേ, ഇപ്പോഴല്ലേ റഷ്യ ആയത്. അന്ന് ആ ഒരു USSRും USA തമ്മിൽ നടക്കുന്ന കോൾഡ് വാർ ഒക്കെയാണ്. ബഹിരാകാശത്ത് ആദ്യം ആളെ ഇറക്കും, ബഹിരാകാശത്ത് USSR ഇറക്കി, കോസ്മോനോട്ടുകൾ ഇറക്കി, അപ്പോൾ തന്നെ ചന്ദ്രനിൽ അമേരിക്ക കൊണ്ടുപോയി ഇറക്കി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശക്തിയേറിയ എന്താ പറയുക ശീതയുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യമായി USSR ചെയ്ത ഏതാണ്? സ്പുട്നിക് ആണ്. 92 ദ സോളാർ സിസ്റ്റം ബിലോങ്സ് ടു ദ ഗാലക്സി കോൾ. സോളാർ സിസ്റ്റം ബിലോങ് ചെയ്യുന്ന ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. 93ാമത്തെ ചോദ്യം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ ഈസ് ഡാഷ് ഓഫ് ദി എർത്ത് പുൾ. മറ്റൊരു രീതിയിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ചന്ദ്രനിൽ പോകുമ്പോൾ ഭൂമിയിൽ 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞാണ് ഭൂമിയിൽ 60 കിലോ ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ എത്ര ഉണ്ടാവുള്ളൂ? 10 കിലോഗ്രാം ഉണ്ടാവുള്ളൂ. കാരണം എന്താ? 60ന്റെ 1/6 എന്തുണ്ടാവുള്ളൂ? വെയിറ്റ് ഉണ്ടാവുള്ളൂ. അതിന് കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ പുൾ അവിടെ 1/6 ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെയിറ്റും 1/6 ആയി കുറയുന്നത്. 94ാമത്തെ ചോദ്യം ദ ഇൻവെൻറ്റർ ഓഫ് CT സ്കാൻ ഈസ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഞാനിതിങ്ങനെ എഴുതി വെച്ചിരിക്കുക, ഞാൻ ഈ പേര് എനിക്ക് മറന്നു പോകുന്നുണ്ട്. ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്യുന്നത്? CT സ്കാൻ കണ്ടുപിടിക്കുന്നത്. അതെന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 95 ദ യൂണിറ്റ് ഓഫ് ഫോക്കൽ പവർ ഓഫ് ലെൻസ് ഈസ്. ലെൻസിൻ്റെ ഫോക്കൽ പവറിൻ്റെ യൂണിറ്റ് എന്താ? ഡയോപ്റ്റർ, ഡിനോട്ടഡ് ബൈ ലെറ്റർ D എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. USSR ലോഞ്ച് ചെയ്ത ആദ്യത്തെ വാഹനം സ്പുട്നിക് ആണ്. സോളാർ സിസ്റ്റം ബിലോങ് ചെയ്യുന്ന ഗാലക്സി മിൽക്കി വേ ആണ്. ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷൻ പുൾ എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/6 ആണ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രീ ഹോൺസ്ഫീൽഡ് എന്ന് പറയുന്ന ചങ്ങാതിയാണ്. ലെൻസിൻ്റെ ഫോക്കൽ പവർ ഡയോപ്റ്റർ ആണ്. അപ്പോൾ അവസാനത്തെ 5 ചോദ്യങ്ങളിലേക്ക് പോകാലോ. 100 നമ്മളിതേ പഠിച്ചു കഴിയാൻ പോവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ അക്യുറേറ്റ്ലി മെഷറിംഗ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ടൈം. വളരെ ചെറിയ സമയത്തിന് പോലും വളരെ പ്രാധാന്യമുള്ള അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ക്ലോക്കാണ് എന്ന് പറയുന്നത് അറ്റോമിക ക്ലോക്കുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെങ്ങാണ് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ അറ്റോമിക ക്ലോക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം ആണ്. അതും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓൾറെഡി പറഞ്ഞാണ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. 97 വാട്ട് ഡസ് സോണാർ സ്റ്റാൻഡ്സ് ഫോർ. സോണാറിൻ്റെ ഫുൾ ഫോം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു സ്ലൈഡ് തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താണ് സോണാറിന് വേണ്ടിയിട്ട്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് എന്തിൻ്റെ ഫുൾ ഫോം? സോണാറിൻ്റെ ഫുൾ ഫോം. 98ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ബട്ട് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതിനുള്ള ക്ലാസിക് എക്സാമ്പിൾ ഏതാ? മൈക്കയാണ് അല്ലേ. ചൂട് കടത്തും, ഇലക്ട്രിസിറ്റി കടത്തിവിടില്ല. നേരെ തിരിച്ചാണെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടും, ചൂട് കടത്തിവിടില്ലെങ്കിൽ കാർബൺ അലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ആണ്. 99 ദ ഫിലമെന്റ് ഓഫ് എ ലൈറ്റ് ബൾബ് ഈസ് മേഡ് അപ്പ് ഓഫ്. ലൈറ്റ് ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ടങ്സ്റ്റൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 100ാമത്തെ ചോദ്യം ലേക്സ് ഫ്രീസ് ഇൻ കോൾഡ് കൺട്രീസ് ഇൻ വിന്റർ ലിവിംഗ് ദ വാട്ടർ അണ്ടർനീത്ത് ഇറ്റ്. ലേക്കുകൾ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യും അല്ലേ. മേലെ ഐസാവും, പക്ഷെ താഴെന്തായിരിക്കും? വെള്ളം. അതിനുള്ള റീസണൊക്കെ നമ്മൾ പഠിച്ചതാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സാധാരണ എന്ത് സംഭവിക്കണം? എക്സ്പാൻഡ് ചെയ്യണം. പക്ഷേ വെള്ളത്തിന് ഒരു എന്താ പറയുക 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം നേരെ തിരിച്ചാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കഥ മൊത്തം നമ്മൾ പറഞ്ഞതുമാണ്. അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് ഉണ്ടാവുന്നത്? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്തുണ്ടാവുന്നത്? താഴെ അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാലോ. അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്ക് അറ്റോമിക ക്ലോക്ക്. അതിൽ ഉപയോഗിക്കുന്ന മൂലകം സീസിയം. സോണാറിൻ്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. ചൂട് കടത്തിവിടും, ഇലക്ട്രിസിറ്റി കടത്തിവിടില്ലെങ്കിൽ മൈക്ക, തിരിച്ചാണെങ്കിൽ ഗ്രാഫൈറ്റ്. ലൈറ്റ് ബൾബിൻ്റെ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ. തണുത്ത രാജ്യങ്ങളിൽ വിന്ററിൽ ലേക്കുകൾ ഫ്രീസ് ആവും, സർഫസ് മാത്രം ഫ്രീസ് ആവും. അടിയിലുള്ള വെള്ളം ഏത് ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കും? 4 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുമെന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ 100 ചോദ്യം പഠിച്ച് 50 അവിടെ കഴിഞ്ഞ ക്ലാസ്സിലും 50 ഈ ക്ലാസ്സിലും. ഇനിയും നമുക്ക് 150 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും 3 ക്ലാസ്സുകൾ ബാക്കിയുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിന് താഴെ ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഇത്രയും ആളുകൾ അത് മുഴുവൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾ പലരും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിലും സന്തോഷമായി. അപ്പോൾ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ പോകുന്ന ഒരാൾക്കും എന്തുണ്ടാവരുത്? ഒരു വെറുതെ കയറിപ്പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവരുത്. എന്തുണ്ടാവണം? ചോദ്യങ്ങൾ കിട്ടണം, അറിവുകൾ എന്ത് ചെയ്യണം? കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തതുപോലെ ഒരുപാട് ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ആൻസർ എന്ത് ചെയ്യട്ടെ? ബാക്കിയുള്ളവർ പോസ്റ്റ് ചെയ്യട്ടെ. ഫിസിക്സിൽ നിന്ന് നമ്മൾ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ഫിസിക്സ് പഠിക്കാൻ വന്നവരാണല്ലോ. അപ്പോൾ താഴെ നിന്നും എന്ത് ചെയ്യട്ടെ? വരുന്നവരും എന്ത് ചെയ്യട്ടെ? ഫിസിക്സ് തന്നെ പഠിക്കട്ടെ. നമുക്ക് ആ സബ്ജക്ട് വൈസ് നമുക്ക് ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്
നമ്മൾ വേറൊരു കാര്യത്തിനല്ല, പല പല കാര്യങ്ങൾക്ക് നമ്മൾ കമൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യത്തിനായിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ കമൻറ്റ്സ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മതി അല്ലേ, സുരേഷ് ഗോപി പറയുന്ന ഒരൊറ്റ ചോദ്യം മതി ജീവിതം പറയണം. ചിലപ്പോൾ ആ ഒരു ചോദ്യമായിരിക്കും നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ എനിക്ക് വേണ്ടി താഴെ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് വേണ്ടി തരിക. ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഇനിയും ഒരു 50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇനിയും 150 ചോദ്യങ്ങളുമായിട്ട് ഇനിയും വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഞാൻ പറഞ്ഞ ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ കാര്യം ആരും മറക്കണ്ട. നമ്പർ ഇതാണ് 8891489498. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ പേര് അതിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് വിസിറ്റ് ചെയ്തിട്ടും അതിനകത്ത് നിന്ന് അഡ്മിഷൻ കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.